ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്നു. ഞങ്ങൾ സെന്റ് ആന്റണീസ് മാളവള്ളിപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഭൂമിയുടെ പരിസ്ഥിതിയിൽ വൻതോറും പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇതിനെയാണ് പ്ലാസ്റ്റിക് മലിനീകരണം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് വസ്തുക്കളുടെ അമിത ഉപയോഗം, ഉപേക്ഷിക്കൽ, വലിച്ചെറിയൽ എന്നിവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൽപ്പാദിക്കുന്നതിനും അതുവഴി പ്ലാസ്റ്റിക് മലിനീകരണത്തിന് കാരണമാകുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം എങ്ങനെ നിയന്ത്രിക്കാം? പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് പരിസ്ഥിതിയെ രക്ഷിക്കാൻ പ്ലാസ്റ്റിക് കുറയ്ക്കുകയും അവസാനിക്കുകയും വേണം. പ്ലാസ്റ്റിക് നിരസിക്കുക, പുനരുപയോഗം ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക ഇവ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. റോഡ് നിർമ്മാണത്തിനായി പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുന്നതിനുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്ന പരിഹാര മാർഗമാണ് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ടാർ നിർമ്മിക്കുക എന്നത്. കുട്ടികളിലും സമൂഹത്തിലും അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു പ്രവർത്തനമാണിത്. ഈ പരീക്ഷണത്തിനായി ഞങ്ങൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക് കാർഡ്ബോർഡ്, ബാറ്ററി, വയർ, സ്വിച്ച്, ക്ലീനർ, ബ്ലേഡ്, വണ്ടികൾ ആണ്. പ്ലാസ്റ്റിക്കിൽ നിന്ന് ടാർ നിർമ്മിക്കുന്നതിനായി ആദ്യഘട്ടമായി പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി കഷ്ണങ്ങളാക്കി മിക്സറിലേക്ക് ഇടുന്നു. പൊടിയായ പ്ലാസ്റ്റിക് ഉരുക്കാനായി അടുപ്പത്ത് വെക്കുന്നു. പ്ലാസ്റ്റിക് ഉരുക്കി പ്ലാസ്റ്റിക് ടാറായി മാറുന്നു. അത് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു.